ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. നല്ല കിഡിലും ടേസ്റ്റി ആയിട്ട് കുറച്ച് ചിക്കനും ബണ്ണൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഒരു ഫില്ലിങ്ങിനാണ്. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ഫില്ലിങ്ങാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 300 ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് ഒരു ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒത്തിരി വലുതാക്കി കട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് കളഞ്ഞെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ സീഡ് പൗഡറാണ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചെടുത്തിട്ടാണ് കുഴപ്പമില്ല. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അടുത്തത് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അടുത്തത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തൈര് ചേർത്തിട്ട് നോക്കുക, പുളി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, എനിക്കിത് കറക്റ്റ് പാകമായിട്ടാണുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്, ഈ ഒരു ചിക്കനിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം തന്നെ ധാരാളം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ട് ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് എണ്ണയിൽ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തേക്കും ആക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഞാൻ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്യാതെ നിൽക്കരുത്, ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ഒഴിച്ചില്ലല്ലേ, പക്ഷെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഇത് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായി വറ്റിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് ഉണങ്ങിയ രീതിയിലായിട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു സെയിം പാനിൽ തന്നെ നമുക്കിനി 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയം വഴറ്റിയെടുക്കല്ല, ഒരു പകുതിയോളം ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 2-3 പിഞ്ച് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം ഈ ഒരു സവാളയ്ക്ക് ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ടാണ്. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ സവാള പകുതിയോളം വഴന്ന് വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം സൈസ് ക്യാപ്സിക്കോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പം ക്യാപ്സിക്കൊക്കെ പല കളേഴ്സിൽ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ കളറ് മാറി വരുമല്ലോ, ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ കുറച്ചൊരു സോഫ്റ്റായിട്ട് വരണം, എന്നാൽ ഓവർ വെള്ളം വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കാനും പാടില്ല. ഇതാ ഇപ്പോൾ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. അടുത്തത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ 1 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട്. കെച്ചപ്പൊന്നും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ.
അതുപോലെ തന്നെ ഈ ഒരു സ്നാക്കിൻ്റെ ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. പക്ഷേ ഇതെനിക്ക് കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആയതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ കഴിവതും ഇതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സോസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല തന്നെയായിരിക്കും. അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എരിവൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കവും സോസിൻ്റെ മിക്സൊക്കെ ചിക്കനിലും കൂടി നന്നായിട്ട് പിടിച്ച് കിട്ടും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയതിനു ശേഷം ഇനി നമുക്ക് സ്നാക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് ടൈപ്പും ബണ്ണും എടുക്കുക. എനിക്കിപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് ഇത് എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണിൽ നന്നായിട്ടൊന്ന് മയോണൈസ് തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടിക്ക മയോണൈസാണ്. ഇതാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടിക്ക മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ പിൻഡ് കമൻറ്റായിട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതായിരുന്നു. അപ്പോൾ 1 2 എത്രയാണോ സ്പൂണ് ഫില്ലിംഗ് നിങ്ങൾക്ക് ചിക്കൻ ആവശ്യം അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ലൈസ് ഷീറ്റ്, നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ വാങ്ങിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ആ ഒരു ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കൂടി ഇതുപോലെ മയോണൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മയോണൈസ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മയോണൈസ് എടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പ് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് വെക്കുന്നുണ്ട്, മറ്റേ ഗ്രേറ്റഡ് മൊസറല്ല ചീസ് ഉണ്ടല്ലോ. അതുകൊണ്ട് അത് അവിടെ ഒട്ടിക്കിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൊസറല്ല ചീസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. കാരണം 2 ഉള്ളിലും പുറമേയും ചീസാകുമ്പോൾ ഒരു ഡബിൾ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മളൊരു പിസ്സയൊക്കെ കഴിക്കുന്ന ആ ഒരു ചെറിയൊരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഓവർ ചീസ് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മുകൾ ഭാഗത്തുള്ള ചീസ് സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ചെറിയ രീതിക്കൊന്ന് കളറാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചീസൊക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒറിഗാനോ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ബേക്ക് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗീയും ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം നമ്മുടെ ബൺ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ്, ഏതാണ്ട് 4-5 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ചീസൊക്കെ ഇട്ട് മെൽട്ടായി വരേ വേണ്ടു. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഹോൾസുള്ള അടപ്പാണെങ്കിൽ ഇതുപോലെ ഫോയിൽ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുക്കണേ. ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട കേട്ടോ. 5 മിനിറ്റ് മാത്രം മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചിക്കനും ബണ്ണൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് രീതിക്കുള്ള ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു രീതിക്ക് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്